ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൻ്റെ മാതൃകയിൽ രൂപപ്പെടുത്തി വരുന്ന ഈ ദിനം എന്തുകൊണ്ടും ഈശ്വര ഭക്തിക്ക് അനുയോജ്യമായ ഒരു ദിവസമാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ ദിനമാണ്. പരമേശ പവിത്രപുത്രന്റെ ഉയിർത്തെഴുന്നേൽപ്പ് ഒരു ജനസമൂഹം ആഹ്ലാദത്തോടുകൂടി സ്വീകരിക്കുന്ന സുദിനം. ഒരർത്ഥത്തിൽ അത്തരമൊരു ഉയിർത്തെഴുന്നേൽപ്പിനായിട്ടാണ് നമ്മളും ഇവിടെ ഒത്തൊരുമിച്ചിരിക്കുന്നത്. എവിടെയാണ് ഉയരേണ്ടത്? എവിടെ വീണിടത്ത് നിന്നാണ് എണീക്കേണ്ടത്? എവിടെയാണ് നമ്മൾ വീണുപോയിട്ടുള്ളത്? എവിടെയാണ് നമ്മൾ തളരാതെ നിൽക്കേണ്ടത് എന്നുള്ള ബാലപാഠം നമ്മെ പഠിപ്പിച്ച ശ്രീ ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അധ്യാത്മ ഊർജത്തെ വീണ്ടും വീണ്ടും ആവാഹിക്കുന്ന സുദിനമാണ് ഇത്തരത്തിലുള്ള കൺവെൻഷനുകൾ. നിശ്ചയമായും ഗുരുദേവൻ നമ്മോട് അരുളിയിട്ടുണ്ട് സംഘടിക്കണം എന്ന്. സംഘടിക്കുക എന്ന വാക്കിന് തന്നെ വിശാലമായ ഒരർത്ഥമുണ്ട്. ഘടന എന്ന് പറഞ്ഞാൽ യോജിക്കുക എന്നാണ്. സംഘടന എന്ന് പറഞ്ഞാലോ സംസ്കൃതത്തിലെ സം എന്ന ശബ്ദത്തിന് സമ്യക് എന്നാണ് അർത്ഥം. ശരിയായ വിധത്തിൽ യോജിച്ചിരിക്കുന്നതേതോ ഘടിപ്പിച്ചിരിക്കുന്നതേതോ അതാണ് സംഘടന. ശരിയായ വിധത്തിൽ കുറെ പേർ യോജിക്കണമെങ്കിൽ എന്തു വേണം? വെറുതെ യോജിച്ചാൽ പോരാ. അവിടെയാണ് ഗുരുദേവൻ പറഞ്ഞത് ഭക്തിയുള്ളവർ ഒന്നിക്കണം എന്ന്. ഈശ്വര ഭക്തി സംഘടനയ്ക്ക് തൊട്ട് മുൻപ് വെച്ചത് അതുകൊണ്ടാണ്. ആരാണ് ഒരുമിക്കേണ്ടത്? സദ്വചനം കേൾക്കാനാണ് ഒരുമിക്കേണ്ടത്, ദുഷ്ടവചനം കേൾക്കാനല്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിരവധിയായ അഴുക്ക് വാർത്തകളിലൂടെ കടന്നു പോകാറുണ്ട്. ആ അഴുക്ക് വാർത്തകളിൽ നിന്ന് മാറി നല്ല വാർത്ത കേൾക്കാനാണ് നമ്മളിവിടെ ഒന്നിച്ചിരിക്കുന്നത്. നമ്മൾ എന്താണോ കേൾക്കുന്നത് അതാണ് നമ്മളായിത്തീരുന്നത്. നമ്മൾ എന്താണോ കാണുന്നത് അങ്ങനെയാണ് നമ്മൾ ആയിത്തീരുന്നത്. നാം എന്താണോ ചിന്തിക്കുന്നത് അതുപോലെയാണ് നാം ആയിത്തീരുന്നത്. അതുകൊണ്ട് ഈശ്വര ഭക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി തന്നെ നമ്മുടെ ജീവിതത്തിന് സംഭവിക്കുന്ന അതിവിശദമായിരിക്കുന്ന പരിവർത്തനങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ട്, സദ്ഗതിയുണ്ട്. ഒരു ദീപത്തിൻ്റെ നാളം മുകളിലേക്ക് ജ്വലിക്കുന്നത് പോലെയാണ് ഈശ്വര ഭക്തിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഭക്തന്റെ അവസ്ഥ. അവൻ ഒരിക്കലും തളർച്ചയുണ്ടാവില്ല. അവൻ അനുദിനം ബ്രഹ്മത്തിൻ്റെ ലക്ഷണം പറയുന്നത് പോലെ, ബൃഹവർദ്ധമാനേ എന്ന് പറയുന്നത് പോലെ അവൻ്റെ ജീവിതം സാത്വികമായി വർദ്ധിച്ചു വരും. ആ ഈശ്വരനെ നാം ആരാധിക്കുന്നത് ഗുരുവിൻ്റെ രൂപത്തിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈശ്വര ഭക്തിയിൽ പറയുന്ന ഈശ്വരനും ആ ഈശ്വരനെ കാട്ടിത്തന്ന ഗുരുവും നമുക്ക് രണ്ടല്ല എന്നുള്ള വസ്തുത. അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനെ അറിയില്ലായിരുന്നു. ഈശ്വരനുണ്ട് എന്നും ഈശ്വരനെ അറിയേണ്ടതാണ് എന്നും ഈശ്വരാരാധന ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്കുള്ള തിരിനാളമാണ് എന്നും പറഞ്ഞു തന്ന ഗുരുവര്യനാണ് നമുക്ക് ഈശ്വരൻ. കബീർദാസ് പാടുന്ന പോലെ, ഈശ്വനും ഗുരുവും നിൽക്കെ ആരെ ആദ്യം നമിപ്പു ഞാൻ, ഗോവിന്ദരൂപം കാണിച്ച് എൻ ഗുരുവിൻ പദാംബുജം എന്ന് കബീറിൻ്റെ ഒരു ദോഹയുണ്ട്. ഈശ്വരനും ഗുരുവും ഒരേ സമയം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആരുടെ പാദകമലങ്ങളിലാണ് ഞാൻ വന്ദിക്കുക എന്ന് ചോദിച്ചാൽ ഈ ഗോവിന്ദനെ പരിചയപ്പെടുത്തി തന്ന ഗുരുവിൻ്റെ പാദപത്മങ്ങളിലായിരിക്കും എന്ന്. ഭാരതത്തിൽ ഗുരുവിൻ്റെ പ്രസക്തി അതാണ്. അറിയാതിരിക്കുന്ന മേഖലയിലേക്ക്
ഒരു ടോർച്ച് തെളിച്ചു തന്ന് ആ പ്രവിശ്യയെ വെളിച്ചമുള്ളതാക്കി തീർക്കുകയാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഗുരു ആകാറില്ല. ചരിത്രത്തിൽ അപൂർവം ചില മഹാപുരുഷന്മാരാണ് ഗുരു എന്ന പദത്തിലേക്ക് എത്തിച്ചേരാറുള്ളത്. ആത്മജ്ഞാനികൾ എല്ലാവരും തന്നെ അവരുടെ ബ്രഹ്മാനന്ദ രസാനുഭൂതിയിൽ എങ്ങനെയാണോ ഒരു വണ്ടെത്താൻ പൂവിലേക്ക് ഇറങ്ങിച്ചെന്ന് മധു നുകർന്ന് സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഇരിക്കുന്നത്, അതുപോലെയാണ് ആത്മജ്ഞാനികളുടെ ജീവിതപഥം. പക്ഷേ അപൂർവം ചില ജ്ഞാനികൾ ഈ മധു എനിക്ക് മാത്രം ആസ്വദിച്ചാൽ പോരാ, ചുറ്റുപാടുമുള്ളവരിലേക്ക് അവരുടെ ശ്രദ്ധ, അവരുടെ നോട്ടം, അവരുടെ കാഴ്ച കടന്നു ചെല്ലാറുണ്ട്. എനിക്ക് മാത്രം സമാധാനം മതി, എനിക്ക് മാത്രം സന്തോഷം മതി എന്നുള്ള ആ ഉൾവലിയലിൽ നിന്ന് മാറി ഈ ജഗത്തിനാകെ സുഖം വരണം എന്ന പ്രാർത്ഥനയോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാവനയോടുകൂടി ചുറ്റുപാടിലുള്ളവരെ കൂടി ഈ ഒരു പന്ഥാവിലേക്ക് പിടിച്ച് ഉയർത്തുവാൻ ചില മഹാപുരുഷന്മാർ സന്നദ്ധരാകാറുണ്ട്. അങ്ങനെ പടുകുഴിയിൽ കിടന്ന നമ്മളെ കാരുണ്യത്തിൻ്റെ സ്നേഹ കരങ്ങൾ നീട്ടിത്തന്നുകൊണ്ട് ആ പടുകുഴിയിൽ നിന്ന് നമ്മളെ പുറം ലോകത്തേക്ക്, പുതിയ അറിവിലേക്ക്, പുതിയ വിഹായസിലേക്ക് പറത്തിവിടാൻ പ്രേരിപ്പിച്ച ഗുരുവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിനെ പറയുമ്പോൾ നമുക്കറിയാം, ഗുരു ആധുനിക കേരളത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. എവിടെയാണ് ആധുനിക കേരളം രൂപപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗുരുവിലൂടെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്നത് അവിടെയാണ്. പക്ഷേ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് വാസനകളുടെയും സംസ്കാരങ്ങളുടെയും ഒരു ആകെ തുക അവനിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യന്റെ പരിവർത്തനത്തിന് കേവലം പുസ്തകത്തിലെ അറിവുകൾ മാത്രമല്ല പ്രയോജനപ്പെടേണ്ടത് എന്നും ഭക്തി അത്യാവശ്യമാണ് എന്നും ഗുരു മനസ്സിലാക്കിയിരുന്നു. സാധാരണ ജനങ്ങൾക്ക് അധ്യാത്മ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏറ്റവും ലളിതമായ, ഏറ്റവും സുന്ദരമായ ഒരു മാർഗമായി ഗുരു ഭക്തി മാർഗത്തെ കണ്ടു. വലിയ വലിയ തത്വസംഹിതകളിലേക്ക് ഒരു ഭക്തനെ ആകർഷിക്കുന്നതിന് മുന്നോടിയായി അവന് എളുപ്പം കടന്നു വരാനുള്ള ഒരു സരണിയായി ഭക്തിയെ കണ്ട് ആ ഭക്തി സരണിയിലേക്ക് ഗുരു നമ്മളെ കൊണ്ടുവന്നു. അതിനുദാഹരണമാണ് ഗുരു എഴുതി തന്ന വിശ്വോത്തര പ്രാർത്ഥനയായ ദൈവദശകം. ആ ഭക്തിയുടെ ചുവട്, ആ ഭക്തിയുടെ മാർഗം ഏതിൽ നിന്ന് തുടങ്ങണം എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ തുടങ്ങണം എന്ന് ഗുരു അരുളി.